മഹ്ദി ഇമാമ പ്രത്യക്ഷപ്പെട്ടാൽ 7ാമത്തെ വർഷം ദജ്ജാൽ വരും എന്ന ഹദീസും ഉണ്ട്, 9ാമത്തെ വർഷം ദജ്ജാൽ വരും എന്ന ഹദീസും ഉണ്ട്. നമ്മൾ ചിന്തിക്കണം, ദജ്ജാൽ എന്നാൽ ആരാണ്? ആകാശഭൂമിക്കിടയിൽ കണ്ടിട്ടുള്ള അപകടങ്ങളിലും ദുരന്തങ്ങളിലും ക്രൂരതകളിലും ഭീകരതകളിലും മനുഷ്യത്വമില്ലായ്മയിലും പെട്ട ഏറ്റവും ഭയാനകമായ കാലഘട്ടം ദജ്ജാൽ ഭൂമിയിലുള്ള 40 ദിവസമായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഒരു ഷർറും ഒരു ഭീകരതയും ലോക ചരിത്രത്തിൽ ഒരു കാലത്തും അതുപോലെ ഉണ്ടായിട്ടുണ്ടാവില്ല എന്നും ഹബീബ് പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹദീസ് ബുഖാരിയിലും ഉണ്ട്, ആ ഹദീസ് മുസ്ലിമിലും ഉണ്ട്. അവൻ നബി അവൻ ഭൂമിയിൽ എത്ര താമസിക്കും എന്ന് ചോദിച്ചപ്പോൾ മുസ്തഫ നബി പറഞ്ഞു 40 യൗമാ, അവൻ 40 ദിവസം ജീവിക്കും, 40 ദിവസം ഭൂമിയിൽ ഉണ്ടാവും. പക്ഷെ ആ 40 ദിവസം ഒരു 40 കൊല്ലമാവൂല, അത്രയും ആവൂല. അതിന്റെ ദുരന്തം അനുഭവിക്കാത്ത ഒരു മനുഷ്യനും ഭൂമിയിൽ ഉണ്ടാവൂല, ഒരു സ്വാലിഹും അതിന്റെ ഒരു പ്രയാസം അനുഭവിക്കാത്ത ഒരാളുണ്ടാവില്ല ഹബീബായ മുഹമ്മദ് മുസ്തഫ. അത്രയും അപകടകരമായിരിക്കും ആ സന്ദർഭം എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓർക്കാപ്പുറത്ത് അടികിട്ടി എന്ന് പറഞ്ഞ ഒരു പ്രയോഗം നമുക്കുണ്ടാവില്ല. എന്തുകൊണ്ട്? നമുക്ക് 1ാമത്തെ ദിവസം മുതൽ അരുനാഥനാണ് മുഹമ്മദ് മുസ്തഫ. ബുർദക്കാരൻ ബുർദയിൽ പറഞ്ഞില്ലേ, ബുശ്റാലനാ മഅശറൽ ഇസ്ലാമി ഇന്നലനാ മിനൽ ഇനായതി റുക്നൻ ഗൈറ മുൻഹദിമി. ഒരിക്കലും പൊളിഞ്ഞു വീഴാത്ത ഒരു തൂൺ അള്ളാഹു നമുക്ക് സ്ഥാപിച്ചു തന്നിട്ടുണ്ട് മുഹമ്മദ്. ഒരു വല്ലാത്ത ഒരു തൂണാണ് മുഹമ്മദ്. നമ്മൾ മുസ്ലിമീങ്ങൾക്ക് എത്രയും സന്തോഷിക്കാവുന്ന ഒരാളാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വല്ലാത്തൊരു തൂണാണത്, വീഴൂല. മിനൽ ഇനായതി റുക്നൻ ഗൈറ മുൻഹദിമി, വല്ലാത്തൊരു തൂണാണ് മുഹമ്മദ് മുസ്തഫ. അത് വല്ലാത്ത ഒരു ഗുരുനാഥനാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടത്തേക്ക് വസീലത്തും ഫളീലത്തും അല്ലാഹു നൽകട്ടെ, അവിടത്തേക്ക് മഖാമും മഹ്മൂദ് അല്ലാഹു നൽകട്ടെ, അവിടുത്തെ ഖിയാർ ഉമ്മത്തിൽ അല്ലാഹു ലൗഹിൽ നമ്മളെ പേരും എഴുതി വെക്കട്ടെ. അവിടുത്തെ ഉമ്മത്തിൽ ശ്രേഷ്ഠരായ ഉമ്മത്തിന്റെ കൂട്ടത്തിൽ ഈ പാപികളായ നമ്മളെ അവന്റെ ഫളില് കൊണ്ട് നമ്മളെ മാപ്പാക്കി നമ്മളെ പേര് മാറിക്കാടിൽ അല്ലാഹു എഴുതി തരട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പോൾ നിങ്ങൾ വളരെ ഗൗരവമായി നിങ്ങൾ വളരെ ചിന്തിക്കേണ്ടെന്ന ജനങ്ങളെ, അശ്രദ്ധരായി ഇനിയുള്ള കാലഘട്ടത്തിൽ കഴിയരുത്. ഇത് വളരെ ഭയാനകമായൊരു കാലഘട്ടമാണ്. ഇതൊരു ഭയാനകമായ സമയമാണ്, സന്ദർഭമാണ്, വളരെ ഭയാനകമാണ്. ഇങ്ങനെയൊക്കെ അടയാളം കണ്ടിട്ടും എന്തിനാണ് നീ ഗാഫിലാവുക എന്നത് അവസാനത്തെ അടയാളമാണ്. അവസാനം ദജ്ജാൽ വരാനാകുമ്പോഴാണ് ക്രൂരത അധികരിക്കുക. എന്തൊരു ക്രൂരതയാണ് മനുഷ്യനെന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇല്ല, അങ്ങനെയുണ്ടോ ഒരു മനുഷ്യൻ? അല്ല, അങ്ങനെ ഒരു കാലമുണ്ടോ മനുഷ്യർക്ക്? ഒരു കുഞ്ഞുമോനെ കരയുന്നത്, ഒരു വഴിയിൽ വെച്ച് കരഞ്ഞത് കണ്ടാൽ പോലും ഒരു മുസ്ലിം എന്നോ അമുസ്ലിം എന്നോ അവിടെ വ്യത്യാസമില്ലല്ലോ. മനുഷ്യർക്ക് അവിടെ കടന്നു പോകാൻ കഴിയില്ല. മനുഷ്യന് മനുഷ്യത്വം എന്നൊരു സംഗതിയില്ലേ? ഒരു കുഞ്ഞുമോൻ, ആരുടെ കുഞ്ഞുമോനായാലും ഒരു കുഞ്ഞുമോന് കരഞ്ഞുകൊണ്ട് നോക്കി കണ്ടിട്ട് നമുക്കത് പോകാൻ കഴിയും. ഒരു കുട്ടിയല്ലേ? എന്ത് പറ്റിപ്പോയി മനുഷ്യന്മാരെ? ഉമ്മയുടെ അടുത്ത് കിടന്നുറങ്ങുന്ന കുട്ടിയെ വരെ തട്ടിക്കൊണ്ടുപോകുന്നു എന്നാ പറയുന്നത്. നാടാകം അതിൽ സർക്കാർ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് സെൻട്രൽ സർക്കാരിന്റെ ചെലവിൽ ഓടിക്കുന്ന വാഹനമാണല്ലോ തീവണ്ടി. കണ്ട കമ്പാർട്ട്മെന്റിൽ മുഴുവനും അത് എഴുതി വെച്ചിട്ടുണ്ട്. റഹ്മത്ത് എടുത്തു പോകുമോ? കൽബിൽ നിന്ന് റഹ്മത്ത് എടുത്തു പോകും. ഏറ്റവും മോശപ്പെട്ടവരുടെ മേലല്ലാതെ അന്ത്യനാട് സംഭവിക്കുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. കരുണയുണ്ടാവൂല മനുഷ്യന്റെ മനസ്സിൽ, കരുണയേ ഉണ്ടാവൂല.
വളരെ ചിന്തിക്കണം, ജനങ്ങളെ ചിന്തിക്കണം. കച്ചവടം ചെയ്തോളൂ, പക്ഷെ നിങ്ങൾ ഇനി കച്ചവടത്തിലാകരുത് ശ്രദ്ധ. കച്ചവടം ചെയ്തോളൂ, കച്ചവടം ചെയ്യണമല്ലോ, അല്ലാതെ ജീവിക്കണ്ടേ. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. പക്ഷെ സൈറൻ മുഴങ്ങാനായി എന്നറിഞ്ഞാൽ കച്ചവടത്തെക്കാൾ ശ്രദ്ധിക്കേണ്ടത് പരലോകത്തെ ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം, വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന കച്ചവടത്തെ പറ്റിയാണ് ആലോചിക്കുന്നത്. ഇനി കള്ളത്തരം കാണിക്കരുത്, ഇനി മൻസബിന് വേണ്ടി ഓടരുത്, ദുനിയാവിന്റെ സ്ഥാനമാനത്തിന് വേണ്ടി ഇനി ഓടരുത് മനുഷ്യ. സമയം കഴിഞ്ഞു. ദുനിയാവിന്റെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഓടിയാൽ അവന്റെ ഖൽബിന്റെ ഉള്ളിൽ നിഫാഖ് വരും, കപടത വരും. മുസ്ലിമീങ്ങൾ രണ്ട് പാർട്ടിയായി മാറുമെന്ന് മുഹമ്മദ് മുസ്തഫ. ആ സമയവും വന്നു കഴിഞ്ഞു. ഫുസ്താതു ഈമാനിൻ വഫുസ്താതു നിഫാഖ്. രണ്ട് തരം പാർട്ടിയായി മുസ്ലിമീങ്ങൾ മാറും. ഒന്ന് ഈ മുഅ്മിനീങ്ങൾ, ഒന്ന് മുനാഫിഖീങ്ങൾ. രണ്ട് മുസ്ലിമീങ്ങളാണ് പ്രത്യക്ഷത്തിൽ. വയഖല്ലുൽ മുഅ്മിനു, മുഅ്മിൻ ചുരുങ്ങിപ്പോവും. ഫയഖ്തഫി, അവൻ ഒളിച്ചു നടക്കേണ്ടി വരും. കമാ യഖ്തഫിൽ മുനാഫിഖു ബിൽ മദീന, മദീനയിലെ മുനാഫിഖ് ഒളിച്ചു നടക്കുന്നത് പോലെ അന്ത്യകാലഘട്ടത്തിലെ മുഅ്മിൻ ഒളിച്ചു നടക്കേണ്ടി വരുമെന്ന് മുഹമ്മദ് മുസ്തഫ. അംഗീകാരം മുഴുവനും മുനാഫിഖിനായിരിക്കും, സ്ഥാനം മുഴുവനും മുനാഫിഖിനായിരിക്കും, കസേര മുഴുവനും മുനാഫിഖിനായിരിക്കും. പലപ്പോഴും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മനസ്സ് തുറന്നാമീൻ പറ, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. വളരെ ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. അങ്ങാടി അടുക്കുന്ന കാര്യമൊക്കെ ഇവിടെ തങ്ങൾ സൂചിപ്പിച്ചു. അതൊക്കെ ശരിയാണ്. അങ്ങനെയൊക്കെയുള്ള ഹദീസുകൾ ധാരാളം ഉണ്ടാകും. പറഞ്ഞതൊക്കെ വളരെ സത്യമാണ്, അത് അടയാളമാണ്. പക്ഷെ അങ്ങാടി അടുത്താലും അങ്ങാടി അകന്നാലും അത് മുഅ്മിനെ ബാധിക്കുന്ന കാര്യമല്ല. പക്ഷെ നിഫാഖ് മുഅ്മിനെ ബാധിക്കുന്ന കാര്യമാണ്, ശർറ മുഅ്മിനെ ബാധിക്കുന്ന കാര്യമാണ്. നിഫാഖ് മുഅ്മിനെ ബാധിക്കുന്ന കാര്യമാണ്. റഹ്മത്ത് ഖൽബിൽ നിന്ന് എടുത്തു പോവുക എന്നത് മനുഷ്യനെ ബാധിക്കുന്ന കാര്യമാണ്. കുട്ടി ആകാശം പടക്കുന്നതിന് മുമ്പ് അല്ലാഹു ലൗഹ് പടച്ചിട്ടുണ്ട്. ആകാശം ഒന്നും പടച്ചിട്ടില്ല, അതിന് മുമ്പ് അല്ലാഹു ലൗഹ് പടച്ചിട്ടുണ്ട്. ലൗഹിൽ എഴുതാൻ അല്ലാഹു പ്രകാശത്തിന്റെ കലവ പടച്ചിട്ടുണ്ട്. പ്രകാശമാണ് കലം, പ്രകാശമാണ് ലൗഹും പ്രകാശമാണ്. മിൻ യാഖൂതത്തിൻ ബൈളാ, ധവളശോഭിതമായ രത്നക്കല്ലുകൾ, മനോഹരമായ വെട്ടിത്തിളങ്ങുന്ന മനോഹരമായ വൈഢൂര്യ ശോഭയുള്ള കല്ല പ്രകാശമാണ് ആ മനോഹരമായ ലൗഹും കലമും എന്ന് മുഹമ്മദ് മുസ്തഫ. പ്രകാശത്തിന്റെ കലമിനെ അല്ലാഹു പ്രകാശത്തിന്റെ ലൗഹിൽ എഴുതാൻ നിയോഗിച്ചു. അപ്പോൾ കലം അല്ലാഹു നിയോഗിച്ചു. കലമേ, നീ പ്രകാശമാകുന്ന കലമേ, നീ എന്റെ പ്രകാശമാകുന്ന ലൗഹിൽ പോയി എഴുത് എന്ന് പറഞ്ഞു. കലമിനെ കുറിച്ച് സത്യം ചെയ്തിട്ടുണ്ട് ഖുർആനിൽ. കലമിനെ നിഷേധിച്ചാൽ കാഫിറാവും. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചാൽ കാഫിറാവും. കാരണം കലമിനെ കൊണ്ട് സത്യം ചെയ്തിട്ടുണ്ട്. കലം എന്ന പേരിൽ സൂറത്തുണ്ട് പരിശുദ്ധ ഖുർആനിൽ. മുഅ്മിനീങ്ങൾ ചിന്തിക്കണം. അപ്പൊ കലമിനോട് പറഞ്ഞു, കലം എന്നീ പോയി ലൗഹിൽ എഴുതുന്നു. അപ്പോൾ കലം ചോദിച്ചു, ഞാൻ എന്താണ് റബ്ബേ ആദ്യം എഴുതേണ്ടത്? അപ്പോൾ പറഞ്ഞു, കാരുണ്യത്തെ പറ്റി എഴുത്. മനുഷ്യരെ തലച്ചോറുണ്ടെങ്കിൽ ചിന്തിച്ചോ, കരുണ എടുത്തു പോയാ ഭൂമി നിലനിൽക്കുകയില്ല. ലൗഹിനെ പടച്ചപ്പോൾ ആദ്യമായി കലം കൊണ്ട് ലൗഹിൽ എഴുതിയത് കാരുണ്യമെന്നാണ്. പരിശുദ്ധ ബിസ്മില്ല അല്ലാഹ് എന്ന് ഒരു വട്ടം പറഞ്ഞപ്പോൾ രണ്ടു വട്ടം പറഞ്ഞത് കാരുണ്യമെന്നാണ്. അർ-റഹ്മാൻ അർ-റഹീം, ഒരു വട്ടം അല്ലാഹ്, രണ്ടു വട്ടം റഹ്മത്ത് കാരുണ്യം. ഫാത്തിഹയിൽ രണ്ടു വട്ടം അല്ലാഹ്, നാല് വട്ടം കാരുണ്യം. ബിസ്മിയിലും കാരുണ്യം രണ്ടു വട്ടം, പിന്നെ അൽഹംദുലില്ലാഹ് കഴിഞ്ഞിട്ട് വീണ്ടും രണ്ടു വട്ടം കാരുണ്യം. മനസ്സിലാവണില്ലേ പറഞ്ഞത്?
പറ, മനസ്സിലാവണില്ലേ പറഞ്ഞത്? 4 തവണ പരിശുദ്ധ ഫാത്തിഹയിൽ പറഞ്ഞ വാക്കാണ്. പറ, കാരുണ്യം. 4 എന്നാൽ ഒരു രഹസ്യമാണ്. ഈ 4 എന്താണ്? ഈ 4 ഒരു രഹസ്യമാണ്. അള്ളാഹുവിന്റെ ജലാലത്തിന്റെ ഇസ്മിന്റെ അക്ഷരങ്ങൾ 4ആണ്. 4 ഒരു രഹസ്യമാണ്. 4 ഒരു രഹസ്യം കിടക്കുന്നുണ്ട്. അത് നമുക്ക് നാളെ പറയും, നാളെ മനസ്സിലാവും, ഇന്ന് മനസ്സിലാവില്ല. 4 രഹസ്യമാണ്. റഹ്മത്ത് എന്നത് 4 അക്ഷരമാണ്. റഹ്മത്തിന് ഫാത്തിഹയിൽ പറഞ്ഞത് 4 തവണയാണ്. മുഹമ്മദ് എന്ന് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് 4 തവണയാണ്. മുഹമ്മദ് 4 തവണയാണ്. മുഹമ്മദ് 4 തവണയാണ്. 4 തവണയാണ് മുഹമ്മദ് എന്ന് ഖുർആനിൽ പറഞ്ഞത് 4 വട്ടം. അല്ലാഹ് 4 അക്ഷരമാണ്. അതാണ് 4 4 എഴുതി, 4 വട്ടം എഴുതി, 4. അതാണ് 4444. അതൊരു സിറാണ്. അതിൽ തീരാത്തൊരു പ്രശ്നം ഉണ്ടാവില്ല. അത് രഹസ്യമാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. മനുഷ്യ ചിന്തിക്കണില്ല. റഹ്മ എന്നത് 4 അക്ഷരമാണ്. അത് ഫാത്തിഹയിൽ ആവർത്തിച്ചത് 4 തവണയാണ്. 4ന്റെ അശറാത്താണ് 40 നുബുവത്തിന്റെ പ്രായമാണ്. ആദം ഭൂമിയിൽ ഇറങ്ങിയപ്പോൾ അലൈഹിസ്സലാം വയസ്സ് 40 ആണ്. ആദമിന് ഉണ്ടായ മക്കൾ 40 ആണ്. ചിന്തിക്ക്. മഹദി പ്രത്യക്ഷപ്പെടുമ്പോൾ വയസ്സ് 40 ആണ്. ദജ്ജാൽ ഭൂമിയിൽ ഇറങ്ങിയാൽ വിളയാടുന്ന ദിവസം 40 ആണ്. ഒരു ജുമുഅക്ക് കൂടണമെങ്കിൽ, ജുമുഅ സ്വഹീഹാകണമെങ്കിൽ, ഒരു നാട്ടിൽ നടപ്പിലാക്കണമെങ്കിൽ ആളുകളുടെ എണ്ണം 40 ആണ്. മുഅ്മിനീങ്ങൾ കൂടിയാൽ വിലായത്തിന്റെ അഹ്ലുകാരൻ ഉറപ്പായിരിക്കും 40 ഉണ്ടെങ്കിൽ. ഒരു മനുഷ്യനെ മറവ് ചെയ്താൽ ഖബറിൽ വീണ്ടും വീണ്ടും ചോദ്യം നടക്കാവുന്ന ദിവസം 40 ആണ്. 40 ഇതൊക്കെ വലിയ കണക്കാണ്. ആ 4ആണ് റഹ്മ എന്ന വാക്ക് ഫാത്തിഹയിൽ പറഞ്ഞത്. ഇത് ലോകത്തിന്റെ സിറാണ്. അതങ്ങോട്ട് എടുത്തു പോയാൽ ഭൂമി നിലനിൽക്കൂല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നിങ്ങളിത് നമ്മളെ ബാധിക്കുന്ന കാര്യമാണ്. നിങ്ങൾ ഉറങ്ങിയിട്ട് കേൾക്കരുത്. ഇത് ഭയാനകമായ വിഷയമാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എനിക്ക് നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ, 2021 എന്നൊരു വർഷം ഭൂമിയിലുണ്ടാവുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. അതെനിക്കറിയൂല. ഉണ്ടാവൂല എന്നും അറിയില്ല, ഉണ്ടാവുമെന്നും അറിയില്ല. എനിക്കതറിയില്ല. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. നമ്മൾ വേറുള്ളവരെ പോട്ടെ കുട്ടി, നീ എന്താ ചിന്തിക്കാത്തത്? നിനക്കൊരു വേദഗ്രന്ഥല്ലേ? നിനക്കൊരു നേതാവില്ലേ? മുഹമ്മദ് മുസ്തഫ. ഞാനും നീയും എങ്ങനെയാണ് അശ്രദ്ധനാകുന്നത്? എങ്ങനെ? മുഅ്മിനെ ചിന്തിക്കണം. ഭയാനകമാണ്. ചിന്തിക്കണം. നിഫാഖ് അധികരിക്കുന്നതിന്റെ അടയാളങ്ങൾ എവിടെയും പ്രത്യക്ഷപ്പെടുകയാണ്. ചതി അധികരിക്കുകയാണ്. അമാനത്ത് എടുത്തു പോവുകയാണ്. വിശ്വസ്തൻ നാട്ടിലില്ലാതെയാവുകയാണ്. ഊഹാപോഹങ്ങൾ അധികരിക്കുകയാണ്. സത്യസന്ധമായ വാർത്ത ലഭിക്കാത്ത കാലഘട്ടം വന്നിരിക്കുകയാണ്. ചതിയന്മാരായ നേതാക്കൾ സമുദായത്തിൽ വിലസുന്ന കാലഘട്ടം അധികരിച്ചിരിക്കുകയാണ്. ഇതെല്ലാം അന്ത്യനാടിന്റെ അടയാളമാണ് എന്ന് മാത്രമല്ല, പല മനുഷ്യരെയും ബഹുമാനിക്കുന്നത് തന്നെ അവരെ കൊണ്ടുള്ള ഉപദ്രവം പേടിച്ചിട്ട് മാത്രമാണ്. ഇത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. ഒരാളെ പേടിക്കുന്നത്, ഒരാളെ ബഹുമാനിക്കുന്നത് അയാളെ പേടിച്ചിട്ട് അവൻ എനിക്ക് ഉപദ്രവം ചെയ്യും എന്ന് പേടിച്ചിട്ട് അവനെ പിടിക്കും, അവനെ നാറ്റും, അവനെ മുത്തും. എന്തിന്? പേടിച്ചിട്ട് അവനെ ഉപദ്രവിക്കും. മുത്തനബി മുഹമ്മദ് മുസ്തഫ. പിന്നെന്താ മുത്തനബി പറഞ്ഞത്? ഒരു മനുഷ്യനെ പേടിച്ചിട്ട്
ബഹുമാനിക്കുന്ന കാലം വന്നാൽ നിങ്ങൾ തീക്കാറ്റിനെ പ്രതീക്ഷിച്ചു കൊള്ളുക. പെട്ടെന്ന് തീക്കാറ്റ് വരും എന്ന് മുഹമ്മദ് മുസ്തഫ. ചിന്തിക്ക. ഞാൻ ഹൗത്തയിൽ ആക്രമം വരുമെന്ന് വിചാരിച്ചിട്ടില്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഹൗത്തയെ റസൂലുള്ളാഹി എന്തോ ഒരു മനോഹരമായ വർണ്ണിച്ചത്. ഷാമിൽ ഒരു നാടുണ്ട്, ഹൗത്ത എന്നൊരു നാടുണ്ട്. ഇന്നത്തെ പത്രത്തിലുണ്ടല്ലോ ഹൗത്തയെ പറ്റി. മുസ്ലിമീങ്ങൾക്ക് ഖൈറായ നാട് ഹൗത്തയാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഹൗത്തയിൽ ഒരു ജനങ്ങൾ മുഴുവനും ഒരുമിച്ച് കൂടുന്ന ഒരു കാലം വരുമെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, അനവധി ആളുകൾ വന്നു കൂടിയാൽ ഒരു ചെറിയ നാടല്ലേ നബിയെ, എങ്ങനെയാണ് ജനങ്ങൾക്ക് അവിടെ ജീവിക്കാൻ കഴിയുക? അപ്പോൾ പറഞ്ഞു, ഒരു ബീജത്തിന്റെ തുള്ളി പെണ്ണിന്റെ വയറ്റിൽ വെച്ചു. പിന്നെ ഭ്രൂണം വളരുന്നതിനനുസരിച്ച് വയറ് ഇങ്ങനെ വളർന്നു കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ എന്നതുപോലെ ആളുകൾ ചെന്നു കൂടുന്നതിനനുസരിച്ച് ഹൗത്ത എന്ന നാട് വികസിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. സുബ്ഹാനല്ലാഹ്, അങ്ങനത്തെ ഒരു കാലം വരുമെന്ന് മുഹമ്മദ് മുസ്തഫ. അതൊക്കെ അടുത്ത് വരും. സുബ്ഹാനല്ലാഹ്, ആ വരിയൊക്കെ എൻ്റെ കണ്ണിൽ ഞാൻ കാണുന്നുണ്ട്. കുട്ടി ഭ്രൂണം വളരുന്നതിനനുസരിച്ച് ഗ്രാമം വയറ് വളർന്നു കൊടുക്കുന്നത് പോലെ മുസ്ലിമീങ്ങൾ വന്നുകൂടുന്നതിനനുസരിച്ച് സിറിയയിലെ ഹൗത്ത എന്ന ഗ്രാമം സ്വയം വികസിച്ചു കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്ത് മുഹമ്മദ് മുസ്തഫ. ജനങ്ങളെ ഒരുങ്ങിക്കോളൂ, ഇത് നിസ്സാരമായ കാര്യമല്ല. ഇത് ഭയപ്പെടുത്താൻ വേണ്ടി പറയുന്ന കാര്യവുമല്ല. ഞാൻ ഈ ആഴ്ച ഒരു സദസ്സിലിരുന്ന് ചെറിയ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ പേടിപ്പിക്കല്ലേ ഉസ്താദേ. ഞാൻ പറഞ്ഞു, എടോ പേടിപ്പിക്കുന്നതിൻ്റെ പേടിപ്പിക്കുന്ന ആളായിട്ടല്ലേ മുഹമ്മദ് മുസ്തഫ വന്നത്? ഉറക്കെ പറ, മുത്ത് മുഹമ്മദ് മുസ്തഫ. എൻ്റെ ഉദാഹരണം ഏതുപോലെയാണെന്നാ മുത്തുനബി പറഞ്ഞത്? തൻ്റെ ഉദാഹരണം ഏതുപോലെയാണെന്നാ മുത്തുനബി പറഞ്ഞത്? എന്റെ ഉദാഹരണം ശത്രുക്കളുടെ ഒരു പടം മരുഭൂമിയിൽ യാത്ര ചെയ്യുന്ന ഒരാൾ കണ്ടു. ആ പട തന്റെ ശത്രുക്കളാകുന്ന ആ പട തന്റെ ഗ്രാമത്തിലേക്ക് നീങ്ങുന്നതും അയാൾ കണ്ടു. അപ്പോൾ ഈ നാട്ടുകാരോട് വലിയ കരുണയുള്ള മനുഷ്യൻ ഓടി 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 നാട്ടിൽ വന്നു. ഒരു പാറക്കല്ലിന്റെ മുകളിൽ കയറി നിന്ന് കൈകൊട്ടി വിളിച്ചു, ജനങ്ങളെ ഓടി വരെ. എന്നിട്ട് പറഞ്ഞു, ജനങ്ങളെ, ഞാനൊരു പടവയെ കണ്ടിരിക്കുന്നു. ആ പട പ്രഭാതത്തിന്റെ തൊട്ട് മുമ്പ് ഈ ഗ്രാമത്തിൽ കയറി വരും. അങ്ങനെയാണ് ആ പട നമ്മെ ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ജനങ്ങളെ, സീറു സീറു, രാത്രി തന്നെ പുറപ്പെടുവീൻ. അപ്പോൾ ഒരു സംഘം നാട്ടുകാര് പറഞ്ഞു, ശരിയാ ശരിയാ, ഇവൻ ഇതുവരെ നമ്മളോട് നുണ പറഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ട് പടയെ കാണാതെ ഇവൻ ഇങ്ങനെ പറയുകയില്ല എന്നവർ അംഗീകരിക്കുകയും കുട്ടികളും അത്യാവശ്യ സാധനങ്ങളും എടുത്തുകൊണ്ട് അവർ രാത്രി തന്നെ പുറപ്പെടുകയും അവർ രക്ഷപ്പെടുകയും ചെയ്തു. പക്ഷെ വേറൊരു ജനത അംഗീകരിച്ചില്ല. വേറൊരു ജനത പറഞ്ഞു, ഉറങ്ങാനൊരുങ്ങുന്ന നേരത്തെ പേടിപ്പിക്കാൻ വന്നിരിക്കുന്ന ഒരുത്തൻ മിണ്ടല്ലോ. ഇവിടെ അങ്ങനെ ഒരു പടയൊന്നും പണ്ട് വന്നിട്ടില്ല. ആ പ്രബോധകനെ പോലെ, ആ മുന്നറിയിപ്പുകാരനെ പോലെയാണ് ഞാനെന്ന് മുഹമ്മദ് മുസ്തഫ. ഞാൻ പറഞ്ഞു കേട്ടത് പെട്ടെന്ന് പുറപ്പെട്ടാൽ രക്ഷപ്പെടാം, ഞാൻ പറഞ്ഞത് കേട്ടിട്ടും കടന്നുറങ്ങിയാൽ പരാജയപ്പെടും എന്ന് മുഹമ്മദ്. എന്തൊരു വർത്തമാനാണ്,
എന്തൊരു ഉദാഹരണമാണ് പറഞ്ഞു പുണ്യ മുഹമ്മദ് മുസ്തഫ. യാ അല്ലാഹ്, എന്തൊരു ഉദാഹരണമാണ്. അല്ല, ചിലർ പറയും പേടിപ്പിക്കല്ലോ ഉസ്താദേ. എടാ, പേടിപ്പിക്കുന്ന ആള് എന്നാണോ മുത്തുനബിയുടെ ഒരു പേര്? നദീർ. നദീർ, പുണ്യനബിയുടെ പേര് തന്നെ നദീർ. ഞാൻ പേടിപ്പിക്കാൻ വേണ്ടി വന്ന ആളെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ തന്നെ സന്തോഷ വാർത്ത അറിയിക്കും. ആർക്ക് സന്തോഷ വാർത്ത? എൻ്റെ വാക്ക് കേട്ട് പെട്ടെന്ന് പോയാൽ അതിർത്തിയും കടന്നു പോകാൻ ഒരു പ്രശ്നം ഉണ്ടാവില്ല, കുട്ടികൾക്കോ ഭാര്യക്കോ ഒന്നും വരില്ല, കിട്ടിയത് കിട്ടും, അതും കൊണ്ട് വേഗം പോയിക്കും. അപ്പോൾ അവർക്ക് അതിർത്തി കടക്കാൻ നേരമുണ്ട്, സന്തോഷിക്കാം. എന്റെ വാക്ക് കേട്ടിട്ടും ആരെങ്കിലും കിടന്നുറങ്ങിയാലോ, ആരെങ്കിലും എന്റെ വാക്കിനെ കളവാക്കിയാലോ അവന്റെ മേൽ ശത്രു പ്രഭാതത്തിന് മുൻപ് എത്തിച്ചേരുകയും അവന്റെ ഭാര്യ മേലും മക്കളുടെ മേലും തോന്നിയാസം ചെയ്യുകയും അവന്റെ തലയെ ഛേദിക്കുകയും ധനം പിടിച്ചെടുക്കുകയും അവന്റെ ഭാര്യ മക്കളെ ബന്ദിയാക്കുകയും ചെയ്യുമെന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ, മുത്തു മുഹമ്മദ് മുസ്തഫ. സത്യല്ലേ? മിനിഞ്ഞാന്ന് എന്നോട് ഒരാൾ ചോദിച്ചു, ഉസ്താദേ എൻ്റെ വീട്ടിലെ പിടക്കോഴി കൂകുന്നുണ്ട്, എന്താണ് അതിൻ്റെ അസ്റാറ്? ഒരു സാധുവായൊരു കർഷകൻ എന്നോട് മിനിഞ്ഞാന്ന് ഒരു ക്ലാസ് കഴിഞ്ഞിറങ്ങി വന്നപ്പോൾ ഒരു സംശയം. എന്തേ സംശയം? എൻ്റെ വീട്ടിലെ പിടക്കോഴി എപ്പോഴും കൂവുന്നു, എന്താണെന്ന് കാരണം ഉസ്താദേ? എടോ, ടീച്ചർമാര് ജുമാക്ക് ഇമാമത്ത് നിൽക്കുമ്പോൾ പിടക്കോഴി കൂവുമല്ലോ, അത് കോഴിവർഗത്തിലെ ടീച്ചറായിരിക്കും. എന്തൊരു കാലം! കോഴികളുടെ കൂട്ടത്തിലുണ്ടാവുമല്ലോ ഒരു ടീച്ചർ. എല്ലായിടത്തും പെണ്ണിനധികാരം. പെണ്ണ് പറഞ്ഞിട്ട് കാര്യമില്ല, പറഞ്ഞവനെ എങ്ങനെങ്കിലും ഇരുത്താൻ നോക്കും, പറയാൻ പാടില്ല. പെണ്ണിനെ മുണ്ടിച്ചു വെച്ച ജനത്തെ അള്ളാഹു ശപിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. എവിടെയുണ്ട് മുസ്ലിയാരെ ഈ ഹദീസ് ബുഖാരിയിൽ ഉണ്ടടാ, ഈ ഹദീസ് മുസ്ലിമിൽ ഉണ്ടടാ, സ്വഹീഹുൽ ബുഖാരിയിൽ കിതാബുൽ ഫിതൻ എടുത്തു നോക്ക്. ഇന്ന് മുസ്ലിം സമുദായത്തിന്റെ ചില സ്റ്റേജുകളിൽ പോലും ഇതാ പെണ്ണുങ്ങൾ പ്രസംഗിക്കുന്നു. വലിയ വലിയ പോത്തിനെ പോലെ തലയും മുലയുമുള്ള പെണ്ണുങ്ങൾ പ്രസംഗിക്കുക. നാട്ടിലെ നേതാക്കന്മാർ ഉമറാക്കൾ ബാക്കിൽ അവളെ മൂട്ടിന്റെ ദുബറിന്റെ ബാക്കിൽ ഇരിക്കുക. എടാ, ഇതിനെന്ത് ദീനി എന്നാ പറയുക? മിണ്ടിയ നിങ്ങൾ തലവെട്ടുമെങ്കിൽ തലവെട്ടുന്ന പേടി റഹ്മത്തുള്ളാഹിക്കില്ല. വെട്ടണ തല ആരുടെ പേടിക്കുന്ന തലയും കൊണ്ട് നടക്കും? പുണ്യ മുഹമ്മദ് മുസ്തഫ നിന്നെ പറ്റിയല്ലേടാ പറഞ്ഞത്. അപ്പൊ പറയും മറ്റു പലരിലും അങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ ബാക്കിൽ പോവില്ലേ? മറ്റു പലരിലും വ്യഭിചാരം ആരാധനയായി നടത്തിയ സമുദായമില്ലേ? നയ്യം തുടങ്ങിക്കോ. ആരാധനാലയങ്ങളിൽ വ്യഭിചാരം നേർച്ചയാക്കിയ സമുദായം ഇവിടെ ഉണ്ടല്ലോ, തുടങ്ങിക്കോ നയ്യ്. നഗ്നരായി ആരാധിക്കുന്ന സമുദായമില്ലേ ഇവിടെ നാട്ടിൽ, ലോകത്തില്ലേ? ആണും പെണ്ണും നഗ്നരായി ആരാധിക്കുന്ന ജനതയില്ലേ? നെയ്യ് തുടങ്ങിക്കോ. ലാ യതൂഫന്ന ഹാദൽ ബൈത ഉർയാൻ ബഅദ യൗമിഹാ മക്കാ ഫതഹിന്റെ ദിവസം മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ എന്താ പറഞ്ഞത്? ഇനി ഒരാണോ പെണ്ണോ നഗ്നരായി വഴിക്ക് വന്നു പോകരുത്. എന്താ അതിന്റെ അർത്ഥം? ശിർക്കിന്റെ കാലഘട്ടത്തിൽ നഗ്നരായി തവാഫ് ചെയ്യുന്ന ആണുങ്ങളും ഉണ്ടായിരുന്നു, പെണ്ണുങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ തവാഫ് നമ്മളും തുടങ്ങിയാൽ എത്ര പൈസ ഇല്ലാത്ത കാലാണെങ്കിലും തിരക്കൂടെ
അല്ല, നീ താക്കാത്താണ്, പൈസ ഇല്ല, നോട്ടൊക്കെ പ്രധാനമന്ത്രി പിൻവലിച്ചു എന്നൊന്നും ആർക്കും പ്രശ്നം ഉണ്ടാവില്ല. ആർക്കും ഇവിടുന്ന് അവിടെ നിന്ന് പോരാൻ തോന്നൂല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അല്ല, എന്താ ഈ പറയുന്നത്? വലിയ വലിയ പോത്ത് പോലത്തെ പെണ്ണുങ്ങളും മുസ്ലിം വേദികളിൽ പ്രത്യക്ഷപ്പെട്ട് പ്രസംഗിക്കുക, ബാക്കിൽ പോത്ത് പോലെ ആണുകൾ ഇരിക്കുക, എന്നിട്ട് അവരെ നമ്മൾ മുസ്ലിം നേതൃത്വം എന്ന് വാഴ്ത്തുക. ഇതിന്റെ മാന എന്താ? മുത്തുനബി പറയുക, ലഅനല്ലാഹു ഖൗമൻ, ആ ജനതയെ അല്ലാഹു ശപിച്ചിട്ടുണ്ടെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. ഹബീബല്ലേ ഇവിടെ പറയേണ്ടത്? ഇവിടെ ഒരാൾക്കും വഹിയില്ല. വഹി ഇറങ്ങിയത് അവസാനത്തെ ആൾ മുഹമ്മദ് മുസ്തഫയാണ്. ആ ആള് പറഞ്ഞ നിയമമാണ് നിയമം. ആ നിയമം മാറ്റാൻ ഇവിടെ ഒരാൾക്ക് അധികാരമില്ല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മുഅ്മിനെ ചിന്തിക്കണം. MES എന്നൊരു സംഘടനയുണ്ട്, മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി എന്ന പേരിൽ. ഈ സംഘടന 40-40 കൊല്ലങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയ സംഘടനയാണ്. ആ സംഘടനയുമായി കേരളത്തിലെ പല സയ്യിദന്മാർക്കും ഉമറാക്കൾക്കും ബന്ധമുണ്ടായിരുന്നു. പക്ഷേ കോഴിക്കോട്ടെ കുറ്റിച്ചിറയിൽ ഒരു MESന്റെ പൊതുവേദിയിൽ ഒരു പെണ്ണ് പ്രസംഗിച്ചപ്പോൾ ഈ ഉമ്മത്ത് കണ്ട ഏറ്റവും മഹാനായ ഖായിദുൽ ഖൗം ബാഫഖ് തങ്ങൾ പറഞ്ഞു, ഇനി ആ സംഘടനയുമായി നമുക്ക് ബന്ധമില്ല. ഇത് അബദ്ധം സംഭവിച്ചു പോയതാണ് എന്ന് തിരുത്തി പറയാൻ അക്കാലത്തെ MESന്റെ നേതാവിനോട് ആവശ്യപ്പെട്ടു. ശംസുൽ ഉലമയടക്കമുള്ള മഹാന്മാർ അത് തിരുത്താൻ വേണ്ടി ആവശ്യപ്പെട്ടു. പക്ഷെ അവർ തിരുത്തിയില്ല. സമുദായത്തിന്റെ വണ്ടി ചക്രം ഒന്ന് പുരുഷനാണെങ്കിൽ ഒന്ന് പെണ്ണാണ് എന്ന് അവർ ശംസുൽ ഉലമയടക്കമുള്ള ആലിമീങ്ങളെ കൊഞ്ഞനം കുത്തിക്കൊണ്ട് പ്രസ്താവന ഇറക്കി. ശംസുൽ ഉലമയുടെ മറുപടി പിറ്റേ ദിവസം കേരളത്തിലെ പത്രങ്ങളിൽ അച്ചടിച്ചു വന്നു. അപ്പോൾ ചിലർ വിളിച്ചു പറഞ്ഞു, മുസ്ലിയാക്കന്മാര് ആളാകാൻ വേണ്ടി പ്രസ്താവന ഇറക്കുകയാണ്, ആണിലോകം സുഖപ്പെട്ടാലും പത്രത്തിൽ വരും എന്ന് പറഞ്ഞ് മഹാനായ ശംസുൽ ഉലമയെ കളിയാക്കി. പക്ഷേ മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖ് തങ്ങൾ പറഞ്ഞു, ഇനി MESുമായി ബന്ധമില്ല. 40 കൊല്ലം മുമ്പ് ഏതൊരു കാരണത്താലാണോ MESനെ വർജിച്ചത്, ഇന്ന് ആ കാര്യം പൊതുവേദികളിൽ പരസ്യമായി നടന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ വളരെ ഹക്കാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതിന് 40 കൊല്ലത്തിനിടയിൽ ഒരു പുതിയ നിയമം റസൂൽ ഇറക്കി തന്നിട്ടില്ല. മുത്ത് മുഹമ്മദ് മുസ്തഫ റസൂൽ ഒന്നും കൂടി വന്നിട്ടുണ്ടെങ്കിൽ തിരക്കടില്ല നമുക്ക് പറയായിരുന്നു. അന്നത്തെ നിയമമല്ല അന്നത്തെ നിയമം. ന്യൂ ടെസ്റ്റ്മെന്റ്, ഓൾഡ് ടെസ്റ്റ്മെന്റ്, ഇങ്ങനെ പഴയ 2 വകുപ്പുണ്ട് ക്രിസ്ത്യാനികൾക്ക്. നമ്മൾ അങ്ങനെ 2 വകുപ്പില്ല, നമുക്ക് ഒറ്റ വകുപ്പേ ഉള്ളൂ. നമ്മൾ അൽ ഹനീഫിയത്തു ശരീഅത്തുൽ ഹനീഫിയത്തുൽ ബൈളാ, പ്രശോഭിതമായ അടിസ്ഥാന നിയമങ്ങളാണ് പരിശുദ്ധ ശരീഅത്തുൽ ഇസ്ലാം. ഇതൊക്കെ ആഖിർ സമാന്റെ അടയാളമാണെന്ന് ചിന്തിക്കണം. മുഅ്മിനെ ആർക്കെങ്കിലും വേണ്ടിയുള്ള കോലം കെട്ടലല്ല ദീൻ എന്ന് പറയുന്നത്. സമുദായം ഏത് കാലഘട്ടത്തിലും പുച്ഛിച്ചു തള്ളിയതാണ് ബിദ്അത്തിന്റെ പ്രസ്ഥാനങ്ങൾ. എന്താ ബിദ്അത്ത്? അത് മറ്റേ പാർട്ടി പറയും ഇത് ബിദ്അത്താണ്, നിങ്ങളെ പറ്റി അവർ പറയും ബിദ്അത്താണെന്നാണല്ലോ മുസ്ലിയാരെ. ബിദ്അത്തിന് ഞാനൊരു എളുപ്പ ഉദാഹരണം പറഞ്ഞു തരാം. ബിദ്അത്തിനെ തിരിച്ചറിയാനുള്ള ഒരു ഉദാഹരണം പറയാം. ആദ്യത്തെ ബിദ്അത്ത് ഖവാരിജാണ്. ഖവാരിജിന്റെ ഏറ്റവും വലിയ കാര്യം എന്താ? അവരുടെ ഏറ്റവും വലിയ വാദം എന്താ? ഖവാരിജ് ആദ്യത്തെ പ്രധാനപ്പെട്ട വാദം എന്താ? ഔലിയാക്കളില്ല, ആരിഫീങ്ങളില്ല, അങ്ങനെ പ്രത്യേക വിഭാഗത്തിന് യാതൊരു വിലയും ഇല്ല. ആര് ഔലിയാക്കൾ നിഷേധിച്ചു അവരാ ബിദ്അത്തിനെ വെച്ച്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ.